നമസ്കാരം. വളരെ മനോഹരമായ ചെലവ് കുറഞ്ഞ ചില വീടുകൾ അടുത്തിടെ കാണാനിടയായി. അത് കേരളത്തിൽ പകർത്താവുന്ന ഒരു മാതൃകയാണെന്ന് തോന്നിയതുകൊണ്ട് അതേക്കുറിച്ച് സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. 2 മാസം മുമ്പ് ഞാൻ ആംസ്റ്റർഡാമിൽ ഇൻ്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് കോൺഫറൻസ്, അതായത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് രംഗത്തെ ഏറ്റവും പുതിയ ടെക്നോളജികളുടെ ഒരു എക്സിബിഷനാണ്, എല്ലാ വർഷവും അവിടെ നടക്കുന്നതാണ്. അതിൽ പങ്കെടുക്കാനായി പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 2 മണിക്കൂർ അകലെയായി ഒരു സസ്റ്റൈനബിൾ വില്ലേജ് ഉണ്ടെന്ന് കേട്ടു. ആ വില്ലേജ്, അതിന് പേര് പറയാൻ ഉച്ചരിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഹീത്തോൺ എന്നോ മറ്റാണ് അവർ അത് പറയുന്നത്. എഴുതുന്നത് GIETHOORN എന്നാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്താൽ തന്നെ അതിനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ കിട്ടും. ആ ഒരു വില്ലേജിൽ പോകാനിടയായി. ഈ വില്ലേജിൻ്റെ പ്രത്യേകത, അത് കാറുകളില്ലാത്ത വില്ലേജാണ്. കാറ് മാത്രമല്ല, അവിടെ റോഡും ഇല്ല. നടന്നു പോകാനുള്ള വഴികളും സൈക്കിളിൽ പോകാനുള്ള വഴികളും മാത്രമേ ആ വില്ലേജിലുള്ളൂ. അപ്പോൾ അതിൻ്റെ അതിർത്തിയിൽ നമുക്ക് വണ്ടിയിൽ ചെന്നിറങ്ങാം. വീണ്ടും നമുക്ക് പോകണമെങ്കിൽ ബോട്ടുകൾ മാത്രമേ മാർഗമുള്ളൂ. അത് തന്നെ അവിടെ ഇലക്ട്രിക് ബോട്ടുകളും കാലുകൊണ്ട് ചവിട്ടി തുഴയുന്ന ബോട്ടുകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഡീസൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബോട്ടും ഇല്ല. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മുഴുവൻ കനാലുകളാണ്. അതിനെ വെനീസ് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളെയും വെനീസ് ഓഫ് ദ നോർത്ത് എന്ന് ആംസ്റ്റർഡാമിലെയും മറ്റും പല സ്ഥലങ്ങളെയും പറയുന്നുണ്ട്. ഈ നമ്മുടെ ആലപ്പുഴയെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നത്. കാരണം വെനീസിൽ, ഇറ്റലിയിലെ വെനീസിൽ വള്ളത്തിൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്നെ ആകർഷിച്ച കാര്യം രണ്ടാണ്. ഒന്ന്, ഈ വീടുകളുടെ ഭംഗി. അതിന് ചുറ്റും അവരൊരു ഗ്രീനറി, ഒരു 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 പച്ചപ്പ് അതിന് ചുറ്റും നിലനിർത്തിക്കൊണ്ടാണ് വീടുകൾ മുഴുവൻ പണിതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വീട് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോൺക്രീറ്റേ ഇല്ല. പഴയ രീതി അവരിന്നും തുടരുകയാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതായത് ഈ കനാലുകൾ ശരിക്കും മനുഷ്യർ കൈകൊണ്ട് നിർമ്മിച്ച കനാലുകളാണ്. കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്ന 13-ാം നൂറ്റാണ്ടിൽ അവിടെ നിന്ന് കുറേ ആളുകൾ നെതർലാൻഡ്സിലേക്ക് സെറ്റിൽ ചെയ്യാൻ വന്നു. അവർ എത്തിയത് ഈ വില്ലേജിലാണ്. അപ്പോൾ അവരവിടെ ഇന്ധനത്തിനായിട്ട്, അവർക്ക് ഫ്യുവലിനായിട്ട് അവർ ഈ കൈകൊണ്ട് കുഴിച്ച കുഴികളാണ് ഇപ്പോൾ കനാലുകളായിട്ട് മാറിയത്. അതായത് യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൈകൊണ്ട് കുഴിച്ച കുഴികളാണ് ഇപ്പോൾ അവിടെ വലിയ കനാലുകളായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പ് പ്രദേശമായതുകൊണ്ടും അവിടെ നമ്മുടെ ഈ വെള്ളത്തിൽ അടിയുന്ന ജൈവ വസ്തുക്കൾ ഒരു നമ്മുടെ ചകിരിച്ചോറ് പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് അത് മാറി വെള്ളത്തിനടിയിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് മാന്തിയെടുത്ത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുക, അതായത് കൃഷി നടുന്ന സ്ഥലങ്ങളിൽ അത് വിരിക്കുക, അല്ലെങ്കിൽ അത് ഉണക്കിയെടുത്ത ശേഷം കത്തിച്ച് ഇന്ധനമായിട്ട് ഉപയോഗിക്കുക. അവിടുത്തെ ഏറ്റവും വലിയ ഇന്ധനം എന്നതായിരുന്നു. അപ്പോൾ മരങ്ങൾ അധികം ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അവർ ഈ ഇന്ധനം മാന്തിയെടുത്ത കുഴികളാണ് ഇപ്പോഴത്തെ വലിയ കനാലുകളായിട്ട് മാറിയത്. അപ്പോൾ ശരിക്കും ആ വില്ലേജിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വലിയ റോഡില്ല. ഈ കനാലുകളുടെ സൈഡിൽ അവർ പലകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യൂറോപ്പിൽ പലയിടത്തും ഒരു പലക ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കും കേരളത്തിലൊക്കെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ കോൺക്രീറ്റ് സിമെൻറ്റും ഇത്രയധികം വേസ്റ്റ് ആക്കുന്ന ഒരു സ്ഥലം നമ്മുടേതുപോലെ വേറെ എങ്ങുമില്ല. ഈ കോൺക്രീറ്റിൻ്റെയോ സിമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം, അത് നമ്മൾ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആക്കാനും പ്രയാസമാണ്. എന്നാൽ ഇവരവിടെ പലക കൊണ്ട്, അപ്പോൾ ഈ പലക വെള്ളത്തിൽ നിൽക്കുകയോ എന്നൊരു സംശയം വരാം. നമ്മുടെ വള്ളം പലക കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ലോകത്തെല്ലാം എല്ലായിടത്തും വള്ളവും ബോട്ടും ഒക്കെ പലക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പലക ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വീടുകളും പലക കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കൂടുതലും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് റീഡ് എന്ന് പറയുന്ന ഒരുതരം പുല്ലാണ്. അപ്പോൾ ഈ പുല്ല് ചേർത്ത് അടുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6 ഇഞ്ച് കനമുള്ള മേൽക്കൂരകളാണ്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ദാരിദ്ര്യം കൊണ്ട് അവരത് ചെയ്തിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓടിടുന്നതാണ് ഇതിനേക്കാൾ ലാഭം അവിടെ. പക്ഷേ ഇപ്പോൾ ആളുകൾ ഓടിടുന്നില്ല. അവർ ആ ട്രഡീഷൻ നിലനിർത്താനായിട്ട് പുല്ല് തന്നെ മേയുകയാണ്. ഇപ്പോൾ 40 വർഷത്തിലൊരിക്കലാണ് ആ പുല്ല് മാറി മേയുന്നത്. ഈ 6 ഇഞ്ച് കനത്തിൽ പുല്ലുകൊണ്ട് മേഞ്ഞു കഴിഞ്ഞാൽ അത് 40 വർഷം വരെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 40 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും മാറ്റേണ്ടി വരും. പിന്നെ അവിടെ ഇഷ്ടിക കൊണ്ട് കെട്ടിയ ചില ഭിത്തികളുണ്ട്. ഇതെല്ലാം തന്നെ ഒറ്റ ഇഷ്ടികകളാണ്. ചിലയിടത്ത് ഈ ഇഷ്ടികയൊക്കെ പൊട്ടലുണ്ട്. എന്നിട്ട് പോലും അത് വലിയൊരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാതെ ഒരുപാട് ഭാരം ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് നിർമ്മാണത്തിലൂടെ നമ്മൾ ഒരുപാട് കോൺക്രീറ്റ്, നമ്മൾ ഈ പ്രകൃതിദത്തമായ വിഭവങ്ങളെ നമ്മൾ ഉപയോഗശൂന്യമാക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വീട് പൊളിച്ചു കഴിയുമ്പോൾ ഈ കോൺക്രീറ്റ് ഒന്നിനും ഉപയോഗിക്കാനൊക്കില്ല. രണ്ടാമതൊരു കാര്യം കണ്ട, അവിടുത്തെ പാലങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ തടികൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ തടിപ്പണിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. കാരണം അവിടെ നമ്മൾ നോക്കുകയും വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. അവിടെ ഒന്നും കണ്ണിൽ തുറച്ചു നിൽക്കുന്ന, നമ്മുടെ കണ്ണിൽ വളരെ വിരൂപമായി തോന്നുന്ന വസ്തുക്കളൊന്നും തന്നെ അവിടെ ഇല്ല. എന്ന് മാത്രമല്ല, ഈ തടിയും പുല്ലും പലകയും എല്ലാം കൂടെ ചേർന്ന്
വളരെ ഒരു സ്വാഭാവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഒരു ദാരിദ്ര്യത്തിൻ്റെ അന്തരീക്ഷമല്ല, അത് വളരെ ഒരു റിച്ചായിട്ടുള്ള, വളരെ ഒരു ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു കണക്ക് പറഞ്ഞാൽ 10,000 മുതൽ 20,000 30,000 രൂപ വരെ പ്രതിദിന വാടകയുള്ള റൂമുകളാണ് ഈ ഹോട്ടലുകൾക്ക്. അത് സ്ഥലത്തിൻ്റെ മാത്രമല്ല, അതിൻ്റെ ഒരു ഭംഗിയുമൊക്കെ അതിനൊരു ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. ആ വില്ലേജിൽ ആകെ താമസിക്കാൻ 3000-ൽ താഴെ ആളുകളാണ്. എന്നാൽ അവിടെ ഒരു വർഷം എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം 10 ലക്ഷമാണ്. അത് മഴയോ മഞ്ഞോ ഒന്നും കാര്യമാക്കാതെ എല്ലാ സമയത്തും സഞ്ചാരികൾ എത്തുന്ന ഒരു വില്ലേജാണത്. അതിനൊരു കാരണം ആ വില്ലേജ് ടോട്ടലി പൂർണ്ണമായും മലിനീകരണത്തിൽ നിന്ന് വിമുക്തമാണെന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടനാട്ടിലെയൊക്കെ ചെറിയ തുരുത്തുകളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന കാര്യം അവിടെയുള്ള ആളുകൾക്ക്, കുറച്ച് പേർക്ക് ഒരു 10-50 ഏക്കറെങ്കിലും വീതം ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാതൃകയാണ്. കാരണം മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 70 വർഷമോ 80 വർഷമൊക്കെയാണ്, അല്ലെ മാക്സിമം ഇപ്പോൾ 100 വയസ്സിനപ്പുറം ജീവിക്കുന്നതിന് വളരെ കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ 1000 വർഷം നിൽക്കും എന്നുള്ള മട്ടിൽ കോൺക്രീറ്റ് കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ 10-50 വർഷം കഴിയുമ്പോൾ ഫാഷൻ മറയിൽ ഒരു പൊളിച്ചു കളയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കളാണെങ്കിൽ ഇവ പൊളിക്കാനും തിരിച്ചു പിടിപ്പിക്കാനും ഒന്നും പ്രയാസമില്ല. പക്ഷേ ഇവിടെ പൊളിക്കാതെ ഇത്രയും വർഷമായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. 1958 ഒരു സിനിമയിൽ ഈ വില്ലേജിനെ കുറിച്ച്, ആ വില്ലേജ് പ്രധാന കഥാപാത്രമായി വന്നു. അതോടെയാണ് അവിടത്തേക്ക് ഈ സന്ദർശക പ്രവാഹം ആരംഭിച്ചത്. എന്തായാലും കണ്ടു നോക്കുക. തടി കൊണ്ട് എത്ര ഭംഗിയായി കാലാവസ്ഥ വെല്ലുവിളിയൊന്നും ഇല്ലാതെ തന്നെ അവർ ഈ വെള്ളവും മഴയും ഒക്കെ ഉള്ള സ്ഥലത്ത്, മഞ്ഞും കൂടെയുള്ള സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ്.